നമസ്കാരം. എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ മുൻകൂട്ടി കാണുന്ന ചില ലക്ഷണങ്ങൾ. എന്തൊരു ആപത്ത് നമുക്ക് വരാൻ പോകുന്നു എന്ന് നമുക്ക് മുൻകൂട്ടി ചില ലക്ഷണങ്ങൾ ദൈവാധീനത്താൽ നമുക്ക് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ പരിഹാരങ്ങൾ അടക്കമാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ ചിലവരിത് അന്ധവിശ്വാസം ആയിട്ട് കാണും, അല്ലെങ്കിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യമായിട്ട് ചിലവര് ചിരിച്ചു തള്ളും. ഇത് ഞാൻ പറയുന്ന കാര്യം മാത്രമല്ല, ഇത് ജ്യോതിഷശാസ്ത്രത്തിലെ നിമിത്ത ശാസ്ത്രപ്രകാരമുള്ള ഒരു വസ്തുതയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് ഇതിന് ജ്യോതിഷശാസ്ത്രത്തിലെ നിമിത്ത ശാസ്ത്രത്തിൽ പെടുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിമിത്തങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ചില നിമിത്തങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അത് വെച്ച് പറയുന്ന ഫലങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് അന്ധവിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനല്ല. ഇത് ഓരോരുത്തർക്കും അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ്. അനുഭവത്തിൽ വന്നവർ ഒരുപാട് പേരും ഉണ്ടാകാം. ഞാൻ ഈ പറയുന്ന വിഷയം, നമുക്കൊരാപത്ത് വരുമ്പോൾ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ഈശ്വരാനുകൂല്യത്താൽ നമുക്ക് കാണാൻ കഴിയുന്നതാണത്. ഇത് മുൻകൂട്ടി നമുക്ക് ഈശ്വരൻ തരുന്ന ഒരു ലക്ഷണമാണത്. ഒരു ലക്ഷണമല്ല, പല ലക്ഷണങ്ങളും പല കാഴ്ചകളിലൂടെ അത് നമ്മളിലെത്തും. ഒരു കാരണവുമില്ലാതെ ഇനി പറയുന്ന ലക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവുമില്ലാതെ നമ്മുടെ സന്ധ്യാവിളക്ക് കെട്ടുപോകും. അതൊരു ലക്ഷണമാണ്. നമുക്കെന്തോ വരാൻ പോകുന്നതിന്റെ ഒരു ലക്ഷണമാണത്. ഒരു കാരണവുമില്ലാതെ സന്ധ്യാവിളക്ക് വെച്ചാൽ ഇനി ഒരു കാറ്റുമില്ല, ഒന്നുമില്ല, പെട്ടെന്ന് അത് ചിലപ്പോ കെട്ടുപോയെന്ന് വരും. അത് വിളക്ക് വെക്കുമ്പോ അങ്ങനെ കെട്ടുപോണത് എന്തോ ഒരു ലക്ഷണമാണ്, ഒരു ദുർലക്ഷണമായിട്ട് അതിനെ കാണണം. അതുകൂടാതെ പൂജാമുറിയിലെ വിളക്കുകളും, അല്ലെങ്കിൽ ആ പൂജാമുറിയിലെ വിളക്കുകളും ഇതുപോലെ ഒരു കാരണവുമില്ലാതെ പെട്ടെന്ന് കെട്ടുപോയിന്ന് വരാം. അതും ഒരു അപലക്ഷണമായി കാണണം. കാരണം അത് എന്തോ നമുക്ക് ആപത്ത് വരാൻ പോകുന്നതിന്റെ ഒരു ലക്ഷണമായിട്ട് വേണം അതിനു വേണ്ടി കാണണം. അതേപോലെ തന്നെ പൂജാമുറിയിലെ വിഗ്രഹങ്ങൾക്കോ ഫോട്ടോകൾക്കോ കേടുപാടുകൾ വന്ന് സംഭവിക്കുന്നതും ഒരു ദുർലക്ഷണമായി കാണണം. നമുക്കെന്തോ വരാൻ പോകുന്ന ഏതൊരു ചീത്ത സമയത്തിന്റെ ലക്ഷണമായിട്ട് ഈ നിമിത്തങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. വിശ്വാസമുള്ളവർക്കട്ട, വിശ്വാസമില്ലാത്തവരിതൊന്നും അറിയേണ്ട കാര്യമില്ല അവർക്ക്. അപ്പൊ ഒരു കാരണമില്ലാതെയാണ് ഈ വിളക്കുകളൊക്കെ കെട്ടുപോണത്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേതെങ്കിലും അപശകുനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൂടാതെ പുരുഷന്മാരുടെ ഇടത് കണ്ണും സ്ത്രീകളുടെ വലത് കണ്ണും ഇടക്കിടക്ക് തുടിച്ചാൽ അതൊരു നിമിത്തമാണ്, എന്തൊരു ആപത്തിന്റെ ലക്ഷണമാണ്. അതായത് പുരുഷന്മാരുടെ ഇടത് കണ്ണും സ്ത്രീകളുടെ വലത് കണ്ണുമായിരിക്കും തുടിച്ചാൽ അതൊരു നല്ല ലക്ഷണമല്ല, എന്തൊരു സൂചനയാണ് അത് കാണിക്കുന്നത്. അതുകൂടാതെ വളർത്തു മൃഗങ്ങളുടെ മരണം, പെട്ടെന്ന് ഒരു അസുഖമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ പെട്ടെന്ന് മരണപ്പെട്ടു പോണേനും അങ്ങനെ വന്നാലും
നമ്മൾ അതിനെ ഒരു ദുസ്സൂചനയായിട്ട് കാണണം. അതെന്തോ പാപത്തിന്റെ ഒരു ലക്ഷണമായിട്ട് അതിനെ കാണണം. അതുകൂടാതെ ചില വളർത്തു മൃഗങ്ങൾ, അതുപോലെ പൂച്ചയോ പട്ടിയോ അതേപോലെയുള്ള വളർത്തു മൃഗങ്ങൾ, അല്ലെങ്കിൽ പശുവോ ആടോ അങ്ങനെയുള്ള ഏതെങ്കിലും വളർത്തു മൃഗങ്ങൾ അകാരണമായി കരച്ചിൽ തുടർന്നുകൊണ്ട് പോകുകയാണെങ്കിൽ അവർക്ക് ചില ലക്ഷണങ്ങൾ കാണാൻ സാധിക്കും. ഈ വളർത്തു മൃഗങ്ങൾക്ക് നമുക്ക് മനുഷ്യന് ഇല്ലാത്ത ചില ശക്തി അല്ലെങ്കിൽ ഒരു ഇതുണ്ട്, അവർക്ക് ഒരു പ്രചോദനം കിട്ടും, അല്ലെങ്കിൽ അവർക്കത് കാണാൻ സാധിക്കും മുൻകൂട്ടി. അപ്പൊ അവർ കാണിക്കുന്ന ലക്ഷണമാണ് അത് അവർക്ക് നമ്മളോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കരച്ചിലായിട്ട് അത് പുറത്തു വരും. അപ്പൊ അതും ഒരു ദുർലക്ഷണമായിട്ടാണ് കാണേണ്ടത്. ഒരു യാത്ര പോകുമ്പോൾ, നമ്മളൊരു യാത്ര പോകാനായിട്ട് ഇറങ്ങി, ആ സമയത്ത് ഒരു പൂച്ച കുറുകെ വരുന്നു, അല്ലെങ്കിൽ ഒരു പട്ടി വന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്നു, ഇങ്ങനെയൊക്കെ വരുമ്പോഴും അതൊരു ദുസ്സൂചനയായിട്ട് നമ്മൾ കാണണം. യാത്ര പോകുമ്പോൾ ഈ പട്ടി, പൂച്ച ഇങ്ങനെയുള്ള വളർത്തുമൃഗങ്ങൾ നമ്മൾക്ക് അശുഭകരമായ വാർത്തകൾ കേൾക്കാൻ ഇടവരുത്തും അവര്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അശുഭകരമായ കാര്യങ്ങൾ വന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതുങ്ങൾ നമ്മളെ തടുക്കുന്നത്. രാത്രികാലങ്ങളിൽ പതിവായി ദുസ്വപ്നം കാണുന്നതും അത്ര നല്ലതല്ല. രാത്രികാലങ്ങളിലെ പതിവായി ദുസ്വപ്നം കാണും ചിലര്. അതും ചില ദുസ്സൂചനകളാണ് ഇട്ട് കാണണം. ഈ സ്വപ്നം കാണുമ്പോൾ അതിൽ ചിലവര് തെക്കോട്ട് യാത്ര ചെയ്യുന്നതായിട്ട് കാണും. അല്ലെങ്കിൽ ചിലവര് എണ്ണ തേച്ച്, ശരീരമാകെ എണ്ണ തേച്ച് കുളിക്കുന്നതായിട്ട് സ്വപ്നം കാണും. അതൊന്നും അത്ര നല്ല ലക്ഷണമല്ല, എന്തോ ഒരു ആപത്തിന്റെ സൂചനയാണ്. അതുകൂടാതെ കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നവരെ സ്വപ്നം കാണും. കറുത്ത വസ്ത്രം ധരിച്ചു വരുന്നതായിട്ടുള്ള ചില രൂപങ്ങളെ സ്വപ്നത്തിൽ കാണും. അതും നല്ലതല്ല, അതൊരു സൂചനയാണ്. അതുകൂടാതെ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് താഴെ വീണു പോകും, അല്ലെങ്കിൽ താഴെ വീഴുന്നു എന്ന് നമ്മൾ സ്വപ്നം കണ്ടാൽ അതും ഒരു ദുസ്സൂചനയാണ്. കാരണം നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് നമ്മൾ താഴെയിലോട്ട് പെട്ടെന്ന് നിലംപതിക്കണേ, അതും നമുക്ക് തരുന്ന ഒരു ദുസ്സൂചനയാണ്. പിന്നെ നമ്മുടെ പല്ല് പെട്ടെന്ന് കൊഴിഞ്ഞു പോകാം. കാരണം നേരത്തെ ഇളകിയില്ലാതിരുന്ന പല്ലായിരിക്കാം. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഒരു പല്ല് അല്ലെങ്കിൽ പല്ല് കൊഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ സ്വപ്നം കാണാം. പല്ല് കൊഴിഞ്ഞു പോകുന്ന ഒരു സ്വപ്നം കണ്ടാൽ അതും ദുസ്സൂചനയാണ്. ഇത് കൂടുതലും വരുന്നത് എപ്പോഴാണ്? ഈ ദുസ്സൂചനകൾ കൂടുതലും നമുക്ക് കാണിച്ചു തരുന്ന ഒരു സമയമുണ്ട്. അതെപ്പോഴാണ്? 7:30 ശനിക്കാലത്തോ അല്ലെങ്കിൽ കണ്ടക ശനിക്കാലത്തോ അല്ലെങ്കിൽ മറ്റ് ശനിദോഷക്കാലത്തോ ആണ് ഈ കൂടുതലും ഈ ദുസ്വപ്നങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. അതൊരു ദുസ്സൂചനയായി തന്നെ കാണണം. അതുകൂടാതെ ദശാസന്ധി കാലത്തും ഒരു ദശ അവസാനിക്കുകയും മറ്റൊരു ദശ തുടങ്ങുകയും ചെയ്യുന്ന സമയം, അതാണ് ദശാസന്ധി സമയം. അതൊരു 6 മാസം. ആ സമയത്തും ഇതേപോലുള്ള ദുർലക്ഷണങ്ങൾ കണ്ടാൽ അത്ര നല്ലതല്ല. എന്തോ ആപത്ത് നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള ദുസ്സൂചനയാണത്. ഗോചരവശാൽ വേഴമോ ശനിയോ അഷ്ടമരാശിയിൽ, അതായത് 8ാം ഭാവത്തിൽ വരുന്ന സമയം ആപത്തുകളോ രോഗങ്ങളോ നമ്മൾക്ക് വന്നു ചേരാൻ സാധ്യതയുമുണ്ട്. പാപഗ്രഹങ്ങളുടെ ദശാകാലത്തും ജാതകത്തിൽ 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപന്മാരുടെ ദശയോ
അപഹാരമോ നടക്കുമ്പോഴും ഈ ആപത്തുകൾ നമ്മൾക്ക് വരാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? നമ്മുടെ ജാതകത്തിലെ 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപന്മാരുടെ ദശയോ അപകാരങ്ങളുടെയോ സമയത്ത് ഈ ഇതേപോലെ ആപത്തുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദുസ്സൂചനകൾ നമുക്ക് മുൻകൂട്ടി നമ്മളെ കാണിച്ചു തരുന്നത്. ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകരുത്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അങ്ങനെ ഒരു ദുസ്സൂചന നമുക്ക് മനസ്സിലായാൽ നമ്മൾ അത് മുൻകൂട്ടി കണ്ടു വേണം മറ്റു കാര്യങ്ങൾ ചെയ്യാൻ. കാരണം എന്തൊരു ആപത്ത് നമ്മളിലേക്ക് വരാൻ പോകുന്നുണ്ട്, അതിനെ നേരിടണം എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി നല്ല ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതുകൂടാതെ എന്ത് ചെയ്യണം? കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തി പ്രാർത്ഥിക്കണം. കുടുംബക്ഷേത്രത്തില് വഴിപാട് നടത്താം. ഈശ്വരവിശ്വാസത്തോടെ ഉള്ള പ്രാർത്ഥനകളും വഴിപാടുകളും അതുകൂടാതെ തന്നെ ദശാനാഥന്മാർക്കും അപഹാരനാഥന്മാർക്കും വഴിപാട് നടത്തി പ്രാർത്ഥിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജാതകത്തില് നമുക്കൊരു ദശാസമയം ഉണ്ടാവുമല്ലോ. ഓരോരുത്തർക്കും ഓരോ ദശകളിലൂടെയാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ അപഹാരങ്ങളും ഉണ്ടാവും. അപ്പൊ ആ ദശാനാഥന്മാർക്കും അപഹാരനാഥന്മാർക്കും ഒക്കെ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ ഒരുവിധമുള്ള ആപത്തുകളെല്ലാം നമുക്ക് നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മൾ അതിൽ അടിപ്പെട്ടു പോവുകയില്ല. അപ്പൊ നമ്മളൊന്ന് മനസ്സുകൊണ്ട് ഒന്ന് തയ്യാറെടുത്താൽ പലതിനും നമ്മൾക്ക് നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.